Hello dear students, today we are going to study about passive voice in German. Passive voice is used to change the focus of the sentence. Passive voice ഒരു സെൻറ്റൻസിലെ ഫോക്കസിനെ ചേഞ്ച് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് വോയിസും ഒരു പാസീവ് വോയിസും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇൻ ആക്റ്റീവ് വോയിസ് ദ സബ്ജക്റ്റ് പെർഫോംസ് ദി ആക്ഷൻ ഓഫ് ദി വെർബ്. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റാണ് ആ വെർബിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആ ഒരു വേർഡ് ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കിയേ. ഇൻ പാസീവ് വോയിസ് ദ സബ്ജക്റ്റ് റിസീവ്സ് ദി ആക്ഷൻ ഓഫ് ദി വെർബ് ഓർ ഒബ്ജക്റ്റ് ഹാസ് ഇമ്പോർട്ടൻസ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അതായത് വെർബിൻ്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനും വെർബിനുമാണ് ഇമ്പോർട്ടൻസ് വരുന്നതെങ്കിൽ പാസീവ് വോയിസിലേക്ക് ആക്റ്റീവ് വോയിസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് പാസീവ് വോയിസ്. പാസീവിൻ്റെ രണ്ട് ടൈപ്പുകളെ കുറിച്ചിട്ടാണ്, ഫോർഗാങ്സ് പാസീവും സുസ്റ്റാൻഡ് പാസീവും. ഫോർഗാങ്സ് പാസീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐൻ ആർട്സ്റ്റ് ഓപ്പീരിയർഡ് ദെൻ പാക്സിയൻറ്റൻ. ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്കറിയാം, നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ ജർമ്മനിലാണെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്ന സബ്ജക്റ്റ്, ആദ്യം എഴുതുന്ന നൗൺ എന്ന് പറയുന്നത് നോമിനാറ്റീവ് കേസാണ്. നോമിനാറ്റീവ് സബ്ജക്റ്റ് ആയിരിക്കും അത് നമ്മൾ എഴുതുന്നത്. നോമിനാറ്റീവ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു നോർമൽ സെൻറ്റൻസ് അഥവാ ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ നമ്മൾ എഴുതാറുള്ളത്. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ഇതാണ്: ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അത് നടക്കുകയാണ്. ഫോർഗാങ്സ് പാസീവിൽ ഒരു ആക്ഷൻ നടക്കുന്നു, ആ നടക്കുന്ന ഒരു ആക്ഷനെ പറ്റിയാണ് ഫോർഗാങ്സ് പാസീവിൽ നമ്മൾ പറയുന്നത്. സുസ്റ്റാൻഡ് പാസീവിൽ നമ്മൾ ഒരു ആക്ഷൻ നടന്നതിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്, അതിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഈ സെൻറ്റൻസിനെ, ഈ ഐൻ ആർട്സ്റ്റ് ഓപ്പീരിയർഡ് ദെൻ പാക്സിയൻറ്റൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമ്മൾ ഒരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ പാസീവായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നോക്കിക്കേ, ദർ പാക്സിയൻ്റ് വിർഡ് ഓപ്പീരിയർഡ്, രോഗി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ആ സെൻറ്റൻസിൽ ദെൻ പാക്സിയൻ്റൻ എന്നുള്ളത്, അതായത് ആക്റ്റീവ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്, അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് നമ്മുടെ പാസീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റായി മാറി. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആക്റ്റീവ് സെൻറ്റൻസിലെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് പാസീവിൽ സബ്ജക്റ്റ് ആവുന്നു, പ്ലസ് വേർഡിൻ്റെ കോൺജുഗേഷനാണ് നമ്മൾ എടുക്കുന്നത്. വേർഡൻ ടു ബിക്കെയിം, അതിൻ്റെ എർസിയസിലെ കോൺജുഗേഷനാണ് വിർഡ്. കാരണം നമ്മളെ സംബന്ധിച്ച് പേഷ്യൻ്റ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, എർസിയസിലാണ് അതിൻ്റെ കോൺജുഗേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിർഡ് വന്നിട്ടുള്ളത്. പ്ലസ് ഓപ്പീരിയർട്ട് എന്ന് പറയുന്ന ഓപ്പീരിയറൻ, ടു ഓപ്പറേറ്റ് എന്ന മീനിങ് വരുന്ന വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നമ്മളൊരു ആക്റ്റീവ് സെൻറ്റൻസിനെ ഒരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അവിടെ എന്തില്ല, ഒരു സബ്ജക്റ്റിനൊരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. Hello dear students, today we are going to study about passive voice in German. Passive voice is used to change the focus of the sentence. Passive voice ഒരു സെൻറ്റൻസിലെ ഫോക്കസിനെ ചേഞ്ച് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് വോയിസും ഒരു പാസീവ് വോയിസും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇൻ ആക്റ്റീവ് വോയിസ് ദ സബ്ജക്റ്റ് പെർഫോംസ് ദി ആക്ഷൻ ഓഫ് ദി വെർബ്. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റാണ് ആ വെർബിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആ ഒരു വേർഡ് ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കിയേ. ഇൻ പാസീവ് വോയിസ് ദ സബ്ജക്റ്റ് റിസീവ്സ് ദി ആക്ഷൻ ഓഫ് ദി വെർബ് ഓർ ഒബ്ജക്റ്റ് ഹാസ് ഇമ്പോർട്ടൻസ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അതായത് വെർബിൻ്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനും വെർബിനുമാണ് ഇമ്പോർട്ടൻസ് വരുന്നതെങ്കിൽ പാസീവ് വോയിസിലേക്ക് ആക്റ്റീവ് വോയിസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് പാസീവ് വോയിസ്. പാസീവിൻ്റെ 2 ടൈപ്പുകളെ കുറിച്ചിട്ടാണ്, ഫോർഗാങ്സ് പാസീവും സുസ്റ്റാൻ പാസീവും. ഫോർഗാങ്സ് പാസീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐൻ ആർട്സ്റ്റ് ഓപ്പീരിയർഡ് ദെൻ പാക്സിയൻറ്റൻ. ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്കറിയാം, നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ, ജർമ്മനിലാണെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്ന സബ്ജക്റ്റ്, ആദ്യം എഴുതുന്ന നൗൺ എന്ന് പറയുന്നത് നോമിനാറ്റീവ് കേസാണ്. നോമിനാറ്റീവ് സബ്ജക്റ്റ് ആയിരിക്കും അത് നമ്മൾ എഴുതുന്നത്. നോമിനാറ്റീവ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു നോർമൽ സെൻറ്റൻസ് അഥവാ ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ നമ്മൾ എഴുതാറുള്ളത്. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ഇതാണ്: ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അത് നടക്കുകയാണ്. ഫോർഗാങ്സ് പാസീവിൽ ഒരു ആക്ഷൻ നടക്കുന്നു. ആ നടക്കുന്ന ഒരു ആക്ഷനെ പറ്റിയാണ് ഫോർഗാങ്സ് പാസീവിൽ നമ്മൾ പറയുന്നത്. സുസ്റ്റാൻ പാസീവിൽ നമ്മൾ ഒരു ആക്ഷൻ നടന്നതിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്, അതിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഈ സെൻറ്റൻസിനെ, ഈ ഐൻ ആർട്സ്റ്റ് ഓപ്പീരിയർഡ് ദെൻ പാക്സിയൻറ്റൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമ്മൾ ഒരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ പാസീവായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നോക്കിക്കേ, ദർ പാക്സിയൻ്റ് വിർഡ് ഓപ്പീരിയർഡ്, രോഗി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ആ സെൻറ്റൻസിൽ ദെൻ പാക്സിയൻ്റൻ എന്നുള്ളത്, അതായത് ആക്റ്റീവ് സെൻറ്റൻസിൽ ഒബ്ജക്റ്റ്, അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് നമ്മുടെ പാസീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റായി മാറി. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആക്റ്റീവ് സെൻറ്റൻസിൽ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് പാസീവിൽ സബ്ജക്റ്റ് ആവുന്നു. പ്ലസ് വേർഡിൻ്റെ കോൺജുഗേഷനാണ് നമ്മൾ എടുക്കുന്നത്. വേർഡൻ ടു ബിക്കെയിം, അതിൻ്റെ എർസിയസിലെ കോൺജുഗേഷനാണ് വിർഡ്. കാരണം നമ്മളെ സംബന്ധിച്ച് പേഷ്യൻ്റ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. എർസിയസിലാണ് അതിൻ്റെ കോൺജുഗേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിർഡ് വന്നിട്ടുള്ളത്. പ്ലസ് ഓപ്പീരിയർട്ട് എന്ന് പറയുന്ന ഓപ്പീരിയറൻ, ടു ഓപ്പറേറ്റ് എന്ന് മീനിങ് വരുന്ന വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നമ്മളൊരു ആക്റ്റീവ് സെൻറ്റൻസിനെ ഒരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അവിടെ എന്തില്ല, ഒരു സബ്ജക്റ്റിനൊരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.